ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സോയ ചങ്ക്സ് റോസ്റ്റാണ്. അതിനായിട്ട് 2 കപ്പ് സോയ ചങ്ക്സ് ഒരു പാത്രത്തിലേക്കിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചാണ്. വെള്ളം ചേർത്ത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം വെള്ളം ഊറ്റി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് പൊട്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച ചുവയൊന്ന് മാറിയതിന് ശേഷം 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി 2 സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തതാണ്, അതും ചേർത്ത് കൊടുത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. സോയ ചങ്ക്സിൽ നമ്മൾ ഉപ്പ് ചേർത്തേക്കുന്ന കാരണം മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയ ചങ്ക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സോയ ചങ്ക്സൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. വെള്ളമൊക്കെ വറ്റി നന്നായി എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റിയ സോയ ചങ്ക്സ് റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നോൺ വെജ് കഴിക്കുന്ന പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സോയ ചങ്ക്സ് റോസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.